എനിക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ആ സമയത്ത് ഞാനത് പറയാതിരുന്നത് കൊണ്ട് അവർക്കൊന്നും എന്റെ ഒരു ആവശ്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കത് ഭയങ്കര നഷ്ടമായി പോയി. ഇങ്ങനെയൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടാവും അല്ലെ? എന്താണ് അസർട്ടീവ്നെസ്? നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനെ, നമ്മുടെ കോൺഫിഡൻസിനെ, അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനൊക്കെ വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അസർട്ടീവ്നെസ്. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നീഡ്സ്, അതുപോലെ നമ്മളുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട്, വളരെ ഓണസ്റ്റ് ആയിട്ട്, നല്ല രീതിയിൽ, വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, വളരെ കോൺഫിഡന്റ് ആയിട്ട് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. വളരെയധികം സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഏത് സാഹചര്യത്തിലും എവിടെയും നമ്മെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന, ഒരു മടിയില്ലാതെ, അതുപോലെ ഒരു പേടിയില്ലാതെ. ഇവിടെ മറ്റുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതോടൊപ്പം നമ്മയും കൺസിഡർ ചെയ്യുന്നു. മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ്സിനെ, അവരുടെ പെർസ്പെക്റ്റീവ്സിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെ സബ്മിസീവ് ആയിട്ടുള്ള, വളരെ അഗ്രസീവ് ആയിട്ടുമല്ല നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. എപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നു, മറ്റുള്ളവരെയും കൺസിഡർ ചെയ്യുന്നു. എന്റെ തോട്ട്സ്, ഫീലിങ്സ്, എന്റെ ആവശ്യങ്ങൾ, എന്റെ അഭിപ്രായങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട്, വളരെ കോൺഫിഡന്റ് ആയിട്ട്, ഉള്ളിലൊരു പേടിയില്ലാതെ അത് വേണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ, പേടിയോ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ട്, കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ടെസ്റ്റ് ചെയ്തു നോക്കാം. നമ്മുടെ അസർട്ടീവ്നെസ് എത്രത്തോളാണ് എന്നറിയാൻ ചെറിയൊരു ടെസ്റ്റ് ചെയ്തു നോക്കാം. ഈ ടെസ്റ്റിന്റെ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം. ഇപ്പോ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇവിടെ വായിക്കുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആൻസർ അതിൽ എഴുതിയിട്ട് പോവാം. ഇവിടെ ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ജസ്റ്റ് നിങ്ങൾ എസ് ഓർ നോ എന്ന് മാത്രമാണ് ആ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ എഴുതേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ബൈ തിങ്സ് യു ഡോണ്ട് റിയലി വാണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ് ഓഫ് യു ടു സേ നോ ടു ദ സെയിൽസ് പേഴ്സൺ. നിങ്ങൾ ഒരു ഷോപ്പില് എന്തോന്ന് വാങ്ങിക്കാൻ പോയി, പക്ഷെ അവിടുന്ന് സെയിൽസ് പേഴ്സണ് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, വിലയൊക്കെ ചോദിച്ചു, എല്ലാത്തിന്റെയും വില ചോദിച്ചു. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങണമല്ലോ എന്ന് നിങ്ങൾക്ക് അവരോട് നോ വേണ്ട എന്ന് പറയാനുള്ള മടിയുണ്ട് നിങ്ങൾ അത് വാങ്ങാറുണ്ട്. അത് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഡോണ്ട് റിയലി വാണ്ട്, നിങ്ങൾ അത് വാങ്ങുമെന്ന്, അതായത് നോ എന്ന് പറയാനുള്ള പ്രയാസം കൊണ്ട് നിങ്ങൾ അത് വാങ്ങുമെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. നിങ്ങൾ അവരോട് നോ പറഞ്ഞിട്ട് പോരുകയാണ്, നിങ്ങൾക്ക് ഒരു പ്രയാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് എഴുതാം. When a salesperson shows you things, do you feel you must buy something? നിങ്ങളൊരു ഷോപ്പിൽ പോയി ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഗോൾഡോ ഒക്കെ വാങ്ങിക്കാനാണ് പോയത്. കുറേ പീസുകൾ അവർ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നു, നിങ്ങൾ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ കുറെ സമയമൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കണ്ടില്ല. പക്ഷെ പിന്നെ ഇത്രയും സമയം അവർ ഇതെല്ലാം എടുത്ത് നമുക്ക് കാണിച്ചു തന്നാണല്ലോ എന്ന് കരുതി നിങ്ങൾക്കത് ഒന്ന് വാങ്ങണം എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് തോന്നും, എന്തായാലും ഒന്ന് വാങ്ങണം എന്ന് നിങ്ങൾക്ക് തോന്നും. അവരെല്ലാം എടുത്ത് ഇവരെ കൊണ്ട് ഇത്രയും പണി എടുപ്പിച്ചതല്ലേ, അപ്പൊ എന്തായാലും ഒന്ന് വാങ്ങണം എന്ന് തോന്നും. തേർഡ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് ഡിഫിക്കൽട്ടി ഇൻ സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ വിത്ത് എ സ്ട്രേഞ്ചർ? ഒരു സ്ട്രേഞ്ചർ, നമുക്ക് പരിചയമില്ലാത്ത ഒരാളുമായിട്ട് സംസാരിക്കാൻ, ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു ക്രിട്ടിസൈസ് എ ഫ്രണ്ട്? ഒരു ഫ്രണ്ടിന് അവരിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ, അവരോട് അത് ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരോട് അത് പറയാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? പ്രയാസം ഉണ്ടെങ്കിൽ യെസ്. എങ്ങനെയപ്പോ അവരോട് നമ്മളത് പറയാ? അങ്ങനെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം, അത് അവരെ ബാഡായിട്ട് എഫക്ട് ചെയ്യുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എങ്ങനെയപ്പോ അവരോട് പറയാ? അത് നിങ്ങൾക്ക് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. Then do you find difficult to compliment a friend? ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലെ തന്നെ അവരെ കോംപ്ലിമെന്റ് ചെയ്യാൻ, എന്തെങ്കിലും അവരിൽ നല്ലത് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒന്ന് അപ്രീസിയേറ്റ് ചെയ്യാൻ, കോംപ്ലിമെന്റ് ചെയ്യാൻ പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു ഫീൽ സെൽഫ് കോൺഷ്യസ് വെൻ സംബഡി കോംപ്ലിമെന്റ്സ് യു? വേറെ ആരെങ്കിലും നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ അത്രക്കൊന്നുമില്ല, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. അതായത് ഇപ്പൊ അവരീ പറഞ്ഞ അത്രയൊന്നും ഞാനില്ല, അങ്ങനത്തെ ഒരു തോന്നലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. ഡു യു തിങ്ക് യു ആർ ബീയിങ് എക്സ്പ്ലോയിറ്റഡ് ഓർ പുഷ്ഡ് അറൌണ്ട്? നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ആസ്ക് എ ക്യൂ ബ്രേക്കർ ടു ജോയിൻ ദ ക്യൂ? നിങ്ങൾ ഇങ്ങനെ ഒരു ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ ഒരാൾ ഓടി വന്നിട്ട് തൊട്ട് മുമ്പിൽ പോയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ക്യൂ ബ്രേക്കറോട് നിങ്ങൾ ഓക്കെ, നമ്മളെല്ലാവരും ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്, നിങ്ങൾ പോയിട്ട് ബാക്കിൽ നിൽക്കണം എന്ന് അവരോട് പറയാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സെയിം ആവണമെന്നില്ല, ഇങ്ങനെ ഒരാൾ റൂള് തെറ്റിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരോട് അത് പറയാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ.
ഡു യു ഫീൽ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സോഷ്യൽ ലൈഫ്? നിങ്ങളുടെ ഒരു സോഷ്യൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു തൃപ്തി ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ആളുകളോടൊന്നും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റണില്ല, ആളുകളോട് നന്നായി സംസാരിക്കാൻ കഴിയുന്നില്ല, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, ദെൻ 10, ഡു യു ഹാവ് ട്രബിൾ ആസ്കിങ് ഫേവേഴ്സ് ഓഫ് എ ഫ്രണ്ട്? നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനോട് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചോദിക്കണം, പക്ഷെ അതിന് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. എങ്ങനെ ഇപ്പൊ അവരോട് അത് ചോദിക്കാം? നമുക്ക് ആവശ്യമുണ്ട്, അവർക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷെ അതൊരു മോശമല്ലേ, എങ്ങനെ ഇപ്പൊ അവരോട് ചോദിക്കുക എന്ന രീതിയിൽ നിങ്ങൾക്ക് അത് ചോദിക്കാൻ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ദെൻ 11th question, ഡു യു ഗെറ്റ് I should have said that kind of thoughts after social meeting? ഒരു ആളുകളുമായിട്ടൊന്ന് ഗ്യാദർ ചെയ്തൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓ അത് പറയാമായിരുന്നു, അത് അങ്ങനെ പറയാമായിരുന്നു, അല്ലെങ്കിൽ അത് ചോദിക്കാമായിരുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നല് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഞാൻ അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാമായിരുന്നു, അത് പറയാതെ പോരുകയും എന്നിട്ട് അത് പറയാമായിരുന്നു എന്നൊരു തോന്നല് വരാറുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. Number 12, do you have difficulty in saying no to a friend even when he is making an unreasonable request? നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു റിക്വസ്റ്റ് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കത് തരുമോ എന്നുള്ള എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് നിങ്ങളോട് ചോദിച്ചു, പക്ഷെ അത് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, അത്ര റീസണബിൾ ആയിട്ടുള്ളതല്ല എന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ എന്നാലും അവനത് ചോദിച്ചില്ലേ, എങ്ങനെ ഇപ്പൊ നോ എന്ന് പറയാ അവനോട് എന്ന് തോന്നിക്കൊണ്ട് നോ പറയാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഫ്രണ്ട് തന്നെ ആവണമെന്നില്ല, എനി പേഴ്സൺ ആവാം, ആരും ആവാം. Then 13, ഡു യു തിങ്ക് പീപ്പിൾ ഫൈൻഡ് യു ബോറിംഗ്? നിങ്ങളുടെ ഒരു പ്രസൻസ് ആളുകൾക്ക് വളരെ ബോറിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു ഹാവ് ട്രബിൾ എക്സ്പ്രസിംഗ് യുവർ ടെൻഡർ ആൻഡ് ആംഗ്രി ഫീലിംഗ് ടു മെൻ? നിങ്ങളുടെ നല്ല ഫീലിങ്സ് ആണെങ്കിലും ദേഷ്യമാണെങ്കിലും നിങ്ങളുടെ ഒരു ഫീലിങ്സ് പുരുഷന്മാരോട് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു ഹാവ് ട്രബിൾ എക്സ്പ്രസിംഗ് യുവർ ടെൻഡർ ആൻഡ് ആംഗ്രി ഫീലിംഗ് ടു വുമൺ? ഇതേപോലെ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് സ്ത്രീകളോട് അത് എക്സ്പ്രസ് ചെയ്യാൻ പ്രയാസമുണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു ഹാവ് ട്രബിൾ ആസ്കിംഗ് ഫോർ ആൻ ഓവർ ഡ്യൂ ഇൻക്രിമെന്റ്? നിങ്ങൾക്ക് കിട്ടാൻ അർഹതപ്പെട്ട ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒന്ന് അത് ചോദിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് അത് അവകാശപ്പെട്ടതാണ്, അത് നിങ്ങൾക്ക് ചോദിക്കാൻ മടിയുണ്ടോ? ഓവർ ഡ്യൂ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് കിട്ടാനുള്ള ഓവർ ഡ്യൂ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും, പക്ഷെ മാനേജർ അത് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കൊടുക്കാത്തത്, ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതിയാവും, പക്ഷെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ അത് എനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് തടഞ്ഞു വെച്ചതാണോ, അങ്ങനെയൊക്കെയുള്ള കുറെ സംശയങ്ങൾ കൊണ്ട് എന്തെങ്കിലും അത് ചോദിക്കൂല. അപ്പൊ ഇങ്ങനെ അത് ചോദിക്കാനുള്ള പ്രയാസമുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊരു വർക്ക് പ്ലേസിലുള്ള എൻവയോൺമെന്റ് ആവണമെന്നില്ല, നമ്മുടെ ഫാമിലി ലൈഫിലോ മറ്റു സിറ്റുവേഷനിലോ ഒക്കെ നമുക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും തരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വേറെ കുറെ ചിന്തകൾ കൊണ്ട് അത് ചോദിക്കാതെ നമ്മൾ മടിച്ച് നിൽക്കുന്നത്. അപ്പൊ അത് പ്രയാസം ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. 17th question, ഡു യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക് ഇൻ പബ്ലിക്? പബ്ലിക്കില് കുറെ ആളുകൾ കൂടുന്നിടത്ത് സംസാരിക്കാൻ പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു ഹാവ് ഫിയർ ഓഫ് ഫെയിലിയർ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പരാജയപ്പെടുമോ, അത് ശരിയാവൂലേ എന്നുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഏത് കാര്യമാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാവാം ചിലപ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുത്തൊക്കെ ചെയ്യുന്ന വലിയ കാര്യങ്ങളാവാം, പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, നിങ്ങൾ എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് അത് പരാജയപ്പെടുമോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ടോ? ഡു യു ഫീൽ അൺകംഫർട്ടബിൾ വെൻ യു ആർ ബീങ് വാച്ച്ഡ് ബൈ അറ്റ് വർക്ക്? നിങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ വേറെ ആരെങ്കിലും എന്തെങ്കിലും വാച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു ഒരു കംഫർട്ടബിൾ അല്ലാത്ത ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ഫീലിങ്സ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു തിങ്ക് ദാറ്റ് യു ആർ ഓൾവേസ് റോങ്? എപ്പോഴും ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മിസ്റ്റേക്ക് ആണ് എനിക്ക് വരുന്നത്, എപ്പോഴും റോങ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ആർ യു അഫ്രൈഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്? എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ടോ? ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് പെർഫെക്റ്റ് ആവുമോ, അതല്ല അതിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുമോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ടോ? ആ ഒരു പേടി ഉണ്ടാവുമ്പോൾ നമ്മളത് ചെയ്യാതെ എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കും. അപ്പൊ അങ്ങനെ മിസ്റ്റേക്സ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ടോ? ആർ യു ഓൾവേസ് ഡിഫെൻസീവ് വെൻ യു ആർ ബീങ് ക്രിട്ടിസൈസ്? നിങ്ങൾ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോഴും ഡിഫെൻസ് ചെയ്യോ? നിങ്ങളുടെ മെന്റലി ഉള്ളിലാണെങ്കിലും അവരോടാണെങ്കിലും ഞാൻ അങ്ങനെയൊന്നും അല്ല, അതല്ലെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളും ന്യായങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ല, അതിനങ്ങോട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞ് അവിടെ നമ്മൾ ഡിഫെൻസീവ് ആകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു ഹാവ് ട്രബിൾ ഇൻ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് വിത്ത് റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ്? റിലേറ്റീവ്സിനായിട്ടോ ഫ്രണ്ട്സിനായിട്ടോ ഒക്കെ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് പ്രയാസമുണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഡു യു ഫീൽ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് യുവർ വൊക്കേഷൻ? നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. അപ്പോ ജോലി വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ജനറലി നമ്മളുടെ ഒരു വർക്ക്, ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ ആ ഒരു ജീവിതത്തിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ യെസ്, അതായത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ യെസ്, ഉണ്ടെങ്കിൽ നോ. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നോ. ഇനി ചെയ്യേണ്ടത് ടോട്ടൽ നിങ്ങൾക്ക് എത്ര എസ് ആണ് കിട്ടിയിട്ടുള്ളത്, എത്ര നോ ആണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ അസർട്ടീവ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? എത്ര എസ് വേണം നിങ്ങൾക്ക് എഴുതി വെക്കാം. എത്ര എസ് വേണം, എത്ര നോ വേണം. ആക്ച്വലി ഇവിടെ വേണ്ടത് ഫുൾ നോ ആണ്. അപ്പോഴാണ് ഒരാള് വളരെ അസർട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും 20 എസും 4 നോ കിട്ടുന്നവരുണ്ട്, 15 എസ് കിട്ടുന്നവരുണ്ട്, 10 എസ് കിട്ടുന്നവരുണ്ട്, ബിലോ 10 എസ് കിട്ടുന്നവരുണ്ട് ഒക്കെ ഉണ്ട്. ഓൾറെഡി ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ പലപ്പോഴും ബിലോ 5 എസ് ഒക്കെ കിട്ടിയിട്ടുള്ളവരും ഉണ്ടാവാം. ഇനി നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്, എത്ര എസ് കിട്ടിയാലും എത്ര നോ കിട്ടിയാലും ഫസ്റ്റ് അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇനി എനിക്ക് എവിടേക്കാണ് ഡെവലപ്പ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കി നമ്മളത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫില് ഓരോ ഏരിയയിലും, നമ്മുടെ സെൽഫിന്റെ ഓരോ ഏരിയയിലും നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ സെൽഫ് ഇമേജും സെൽഫ് എസ്റ്റീമും തോട്ട്സും ഇമോഷൻസിലും എല്ലാം 1 by 1 ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ അസർട്ടീവ്നെസ്, അപ്പൊ ഇതിലെല്ലാം നോ ആണ് ആവേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു ടെസ്റ്റ് ഇനി ഒരു 1 month അല്ലെങ്കിൽ 2 month കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ ചെയ്തു നോക്കുക. അപ്പൊ കുറെ കാര്യങ്ങൾ വീണ്ടും നോ ആയിട്ടുണ്ടാകും. വീണ്ടും ഏത് ഭാഗത്താണ്, ഏത് ഏരിയയിലാണ്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് എസ് ഉള്ളത് എങ്കിൽ അവിടെ വീണ്ടും വർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഷോപ്പിൽ പോയി സെയിൽസ് പേഴ്സൺ എല്ലാം വലിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ആ കടയിലുള്ള മൊത്തം വലിച്ചിട്ട് ഡ്രസ്സ് നമുക്ക് കാണിച്ചു തന്നത്. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടാവാം, വേണ്ട പച്ച എനിക്ക് വേണ്ട, റെഡ് എനിക്ക് വേണ്ട, കളർ വേണ്ട, എന്നാ പിന്നെ പച്ച തന്നെ അവർ വലിച്ചു ഒത്തിരി. അപ്പോ അതനുസരിച്ചിട്ട് ഇത്രയും സമയം അതാക്കി ഞാനത് വാങ്ങിക്കണ്ടേ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് ചേഞ്ച് ചെയ്യണം. കാരണം എന്താണ്, അവർക്ക് അങ്ങനെ ആയിരിക്കാം നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മാക്സിമം അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇനി നമ്മൾ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് എടുത്താലും അവിടെ ഇതെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കണം. അത് അവരുടെ ഡ്യൂട്ടിയാണ്. ആ സമയം അവർക്ക് അതിന് സാലറി കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് എടുത്തിട്ട് നമുക്ക് കാണിച്ചു തന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് എന്തില്ല, അത് വാങ്ങേണ്ടതില്ല. പകരം നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള വാല്യൂ കിട്ടുന്ന, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആണെങ്കിലാണ് നമ്മൾ വാങ്ങേണ്ടത്. നമ്മളുടെ ടൈമിന്റെ വാല്യൂ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. പക്ഷെ അവരതെല്ലാം എടുത്തിട്ടു എന്നതുകൊണ്ട് മാത്രം നമ്മളത് വാങ്ങേണ്ടതില്ല. ഇത് നമുക്കൊരു പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യാണ്, സംസാരിക്കാനാണ് നമുക്ക് പ്രയാസം എന്നുള്ളത്. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ അത് കുറേശ്ശെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആ മടിയും പേടി നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സാവകാശം ചെയ്യാം, ആ എസ്സിനെ നമുക്ക് നോ ആക്കി മാറ്റാം. ഇനി നമുക്ക് അവകാശപ്പെട്ട ഒരു കാര്യം നമുക്ക് ചോദിക്കാനുള്ള മടി. ഇപ്പോ എനിക്കൊരു ഇൻക്രിമെന്റ് എന്തോ ഒന്ന് അവിടെ കിട്ടാനുണ്ട്, അത് ആരെടുത്തുനിന്നും ആവാം, എന്റെ കമ്പനിയിൽ നിന്നാവാം, പക്ഷെ ഞാൻ എന്റെ വീട്ടിലുള്ള ആണെങ്കിൽ അതെന്റെ വീട്ടിലെ എന്റെ ഉപ്പയിൽ നിന്നാവാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നൊക്കെ ആവാം. എനിക്ക് അവകാശപ്പെട്ട എന്തോ ഒന്ന് അവിടെ ഉണ്ട്, അവർ പക്ഷെ തരുന്നില്ല. അപ്പൊ ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടായിരിക്കും ഞാനത് ചോദിക്കാത്തത്, അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ അവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക എന്നുള്ള പല ചിന്തകളായിരിക്കാം. പക്ഷെ വളരെ അസർട്ടീവ് ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, എന്താണ് ഇപ്പം അതിന്റെ അവസ്ഥ, എന്താണ് അത് തരാത്തത് എന്നൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവരൊരു പക്ഷെ മറന്നതാവും, നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. ഇനി അതല്ല, അതിന് പ്രത്യേകിച്ച് വല്ല കാരണം ഉണ്ടെങ്കിൽ ആ കാരണം നമ്മൾ അറിയാം, അതിനപ്പുറത്തേക്കൊന്നും അവിടെ സംഭവിക്കില്ല. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ അത് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി നമ്മൾ അസർട്ടീവായിട്ട് മാറും, അവിടെ അസർട്ടീവായിട്ട് മാറും. ഇനി അസർട്ടീവ്നെസ്സിന്റെ അപ്പുറം ഇപ്പുറം എന്താണ് നോക്കാം. വളരെ അസർട്ടീവ് ആകണം, അസർട്ടീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഞാൻ അസർട്ടീവ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? 3 രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്നുകിൽ അസർട്ടീവ് ആയിട്ട്, അതല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട്, അതല്ലെങ്കിൽ പാസീവ് ആയിട്ട്. അഗ്രസീവ് ആയിട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്നെ മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നില്ല. എന്റെ ആഗ്രഹങ്ങൾക്കും എന്റെ നീഡ്സിനും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതെങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് അവിടെ എന്റെ ലക്ഷ്യം. അത് വളരെ അഗ്രസീവ് ആയിട്ട് മറ്റുള്ളവർക്ക് അത് എങ്ങനെ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ എന്ത് ചെയ്യും, വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് നേടിയെടുക്കാനുള്ളത് നേടിയെടുക്കും, എനിക്ക് പറയാനുള്ളത് അങ്ങ് പറയും, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നതൊന്നും എനിക്കൊരു വിഷയമില്ല. ഇതാണ് അഗ്രസീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. ഇനി പാസീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സബ്മിസീവ് ആയിട്ട് എന്നെ കൺസിഡർ ചെയ്യില്ല, മറ്റുള്ളവരെ ഓവറായിട്ട് കൺസിഡർ ചെയ്യും. മറ്റുള്ളവരുടെ ഡിസയേഴ്സിനും മറ്റുള്ളവരുടെ സൗകര്യങ്ങൾക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും ഒക്കെയാണ് ഞാൻ എപ്പോഴും ഒരു മുൻഗണന ഞാൻ കൊടുക്കുക, പ്രയോറിറ്റി ഞാൻ കൊടുക്കുക. അവിടെ എന്നെ എപ്പോഴും തളർത്തിക്കൊണ്ടിരിക്കും, എന്നെ എപ്പോഴും സപ്രസ് ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ എക്സ്പ്രസ് ചെയ്യൂല.
എന്നെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു വലിയ വാല്യൂ ആയിട്ട് കാണുന്നവരുണ്ട്. നമുക്ക് പഴയ കാലത്തെ ഒരു സിസ്റ്റത്തിലൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചു തരിക. നമ്മളെപ്പോഴും സപ്രസ് ചെയ്തുകൊണ്ടിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മുഴുവൻ നമ്മൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുക? നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ഉള്ളിലേക്ക് ആ സ്ട്രെസ് പുറത്തേക്ക് അഗ്രസീവ് ആയിട്ട് കാണിക്കുക എന്ന് പറയുമ്പോൾ സ്ട്രെസ് അങ്ങ് പുറത്തേക്ക് കാണിക്കും. പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാതെ അത് ഉള്ളിലേക്ക് ഇങ്ങനെ സപ്രസ് ചെയ്ത് കുറെ കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിന് അതിനെ താങ്ങാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അത് പല രോഗങ്ങളായിട്ട് പുറത്തേക്ക് മതി, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ രോഗങ്ങളായിട്ട് പുറത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും നമ്മളുടെ ശരീരം. അതുപോലെ തന്നെ അത് നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ വളരെ താഴേക്ക് കൊണ്ടുപോകും. എല്ലാതും ഞാനിങ്ങനെ വിട്ടുകൊടുത്ത് മറ്റുള്ളവരുടെ സൗകര്യത്തിനും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ആവശ്യങ്ങളെയും എന്റെ ആഗ്രഹങ്ങളെയും എല്ലാം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് സപ്രസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ക്വാളിറ്റി അല്ല. അതും നമ്മളെ തളർത്തുന്ന ഒരു ക്വാളിറ്റിയാണ്. പാസീവ് ആകുമ്പോൾ എന്താന്ന് വെച്ചാല് അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ കഴിയൂല. പലപ്പോഴും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി നമുക്ക് ചെയ്തു തരാനും കഴിയൂല. അതുകൊണ്ട് തന്നെ ഒരു പാസീവ് ആയിട്ടുള്ള വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ എന്ത് ചെയ്യണം? അസർട്ടീവ്നെസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. വളരെ അസർട്ടീവ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, സെൽഫിഷ്നെസ് അല്ല. വളരെ അസർട്ടീവ് ആയിട്ട് അതൊരു ഹെൽത്തിയർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. ആളുകളുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് മറ്റുള്ളവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് നമ്മെ സഹായിക്കും. ഇപ്പൊ വളരെ പാസീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആളുകൾക്ക് അവരെ ഉപയോഗപ്പെടുത്താനും എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് നേടിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. കാരണം അവര് അത്രയും പ്രതികരിക്കില്ലല്ലോ. അവരെല്ലാ കാര്യവും ഇല്ലെങ്കിൽ വേണ്ട, പോണത് പോട്ടെ, അവനിപ്പോ അങ്ങനെ ആവട്ടെ, അങ്ങനൊക്കെ അല്ലേ, ഇത് നമ്മളെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? സ്വയം ഉൾവലിഞ്ഞോളും. അപ്പൊ മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും അതിലൂടെ നേടിയെടുക്കാം. അസർട്ടീവ് ആകുമ്പോൾ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു. പിന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യുന്നു, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നു, ഒരു സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യുന്നു, ഒരു എംപവർമെന്റ്. വീക്ക്നെസ് ഫീൽ ചെയ്യില്ല. സബ്മിസീവ് ആകുമ്പോൾ വളരെ വീക്കാണ് നമ്മള്. അതുപോലെ അഗ്രസീവ് ആയി കഴിഞ്ഞാലും ഒരു ശക്തിയിൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും അത് നമ്മുടെ റിലേഷൻഷിപ്പിനൊക്കെ ബാധിക്കും. അത് മാത്രമല്ല, പലപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ്, ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിലുണ്ടാകും. ദെൻ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ അസർട്ടീവ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കൂടുതൽ കിട്ടുക. നമ്മൾ കരുതും പലപ്പോഴും സബ്മിസീവ് ആയി കഴിഞ്ഞാൽ, വളരെ പാസീവായി മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മോട് ഒത്തിരി സ്നേഹം ഉണ്ടാകും, അതുപോലെ റെസ്പെക്ട് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ അങ്ങനെയല്ല. ഈവൻ വീട്ടില് ഉമ്മമാരൊക്കെ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയില്ല. ഇവരിതെല്ലാം ഇങ്ങനെ സഫർ ചെയ്യുമ്പോൾ ഇവരുടെ ആവശ്യങ്ങളും ഈവൻ ആഗ്രഹങ്ങൾ പോലും എന്തില്ല, കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിന് പോലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. നല്ല രീതിയിൽ നമ്മൾ സ്നേഹത്തോടെയും ചിലപ്പോൾ തമാശയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ ഒരു വിൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെയും കൺസിഡർ ചെയ്യുന്നു, മറ്റുള്ളവരെയും കൺസിഡർ ചെയ്യുന്നു. അവിടെ ആരും ലൂസ് ചെയ്യുന്നില്ല. Then improve your decision making skill, create honest relationship. Then ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അസർട്ടീവ്നെസ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ നിങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പം ഒരുപാട് യെസ് കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയയിൽ എനിക്ക് എവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അതുപോലെ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്റ്റൈൽ ചെക്ക് ചെയ്യാം. ഞാൻ സബ്മിസീവ് ആണോ അതല്ല അഗ്രസീവ് ആണോ എന്നുള്ളത്. അഗ്രസീവ് ആണെങ്കിൽ അവിടെ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. നമ്മളുടെ ഇമോഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ടൂൾസ്, ടെക്നിക്സ് ഒക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന ഈ രീതിയിൽ നിന്ന് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് അതിൽ വർക്ക് ചെയ്യാം. വളരെ പാസീവ് ആണെങ്കിൽ എവിടെയൊക്കെ ഞാൻ അസർട്ടീവ് ആകണം, എവിടെയൊക്കെ ഞാൻ നോ പറയണം. പലപ്പോഴും നോ പറയാൻ അറിയാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ ഒരു പരാജയം തന്നെയാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മോട് തന്നെ നോ പറയേണ്ടി വരും, മറ്റുള്ളവരോടും നോ പറയേണ്ടി വരും. അപ്പൊ നോ പറയാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. എവിടേക്കാണ് നോ പറയേണ്ടത്? പലപ്പോഴും നോ പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എസ് മൂളി കൊടുക്കും, പാസീവ് ആകും അല്ലെ. തിങ്ക് ബിഫോർ യുവർ റെസ്പോൺസ്. നമ്മൾ മുമ്പ് പഠിച്ച പോലെ നമ്മളൊരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. അത് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴല്ല, അതിന്റെ മുമ്പ് തന്നെ നമുക്ക് അതിനെ തിങ്ക് ചെയ്ത് അവിടെ ഏത് രീതിയിലാണ് എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്ന്. അതിപ്പോ ഒത്തിരി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും, കാരണം നമ്മൾ അതിലൊക്കെ ഓൾറെഡി വർക്ക് ചെയ്തതാണ്. റിഹേഴ്സ് വാട്ട് യു വാണ്ട് ടു സേ. എപ്പോഴും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും മറുപടി പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ കുറച്ച് സമയം ഉണ്ടാതിരുന്നാൽ തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കാര്യം പറയേണ്ട ആവശ്യം വരില്ല. അതല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. അസർട്ടീവ് ആകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സെൽഫിഷ് ആകുക എന്നുള്ളതല്ല അതിനർത്ഥം.
അസർട്ടീവ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് നമ്മൾക്ക് എന്താണോ പറയാനുള്ളത് അതിനെ ചെയ്യാനുള്ളത് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ എന്നെ മാത്രം സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അഗ്രസീവ്നെസ് ആണ്. അത് മറ്റുള്ളവരുടെ കാര്യങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, സ്വന്തത്തെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അസർട്ടീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തത്തെയും കൺസിഡർ ചെയ്യുന്നു, മറ്റുള്ളവരെയും കൺസിഡർ ചെയ്യുന്നു.